വചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനങ്ങളെ കൈകളിലേന്തി നിൽപ്പാൻ എനിക്ക് ലഭിച്ച ഈ വലിയ സമയത്തെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. 91 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം നാം പഠിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് ഇവിടെ നാം ഈ ഭാഗത്തിൽ കാണുമ്പോൾ, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു വേദഭാഗമാണിത്. ഈ ദൈവസന്നിധിയിൽ പറ്റി ഇരുന്നാൽ, ഈ പറ്റി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം. ഇന്ന് അനേകം ആളുകൾ ഈ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ദൈവമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ, സങ്കീർത്തനക്കാരനിലൂടെ നാം ഈ വിഷയം പഠിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരനുഭവത്തിലായാൽ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരനുഭവത്തിലാണ് നിൻ്റെ ജീവിതമെങ്കിൽ അവൻ സകലത്തിൽ നിന്നും നിന്നെ വിടുവിക്കും എന്ന് അത് ദൈവത്തിനൊരു വാഗ്ദത്തമാണ്. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ, നാം ദൈവത്തോട് പറ്റിയിരുന്നാൽ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുമെന്ന്. ഇത് ഒരു മനുഷ്യൻ നൽകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസകരമായ വാക്യമാണ്. എൻ്റെ പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചാൽ, ഒന്ന് നോക്കിയാൽ ഈ ദൈവത്തോട് പറ്റി നിൽക്കുന്ന എത്ര പേർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അനേക കുടുംബങ്ങൾ തകരുന്നതിൻ്റെ കാരണം ദൈവമായി ഒരു ബന്ധമില്ലാതെ ജീവിച്ചത് കൊണ്ടാണ്. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ, വേദപുസ്തകം പഠിക്കുമ്പോൾ നാം അവൻ്റെ നാമത്തെ അറിഞ്ഞാൽ അവൻ നമ്മെ ഉയർത്തുമെന്നാണ്. ഈ ദൈവത്തെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ, ഈ ദൈവത്തെ നാം യഥാർത്ഥത്തിൽ ആരാധിച്ചാൽ അവൻ നമ്മെ സകലത്തിൽ നിന്നും ഉയർത്തുമെന്ന്. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. ഇന്ന് അനേകർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്, പക്ഷേ പല രീതിയിലാണ് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു വലിയ ജനസമൂഹം ഈ യേശുവിനോട് പറ്റി നിന്ന, ഈ യേശുവിനോട് ചേർന്ന് ജീവിച്ച ഒരു കാലം. ആ കാലഘട്ടത്തിൽ ജനം യേശു എവിടെ പോയാലും ഒരു വലിയ പുരുഷാരം തന്നെ ഈ യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിച്ചിട്ടുണ്ട്. ഈ യേശുവിനോട് പറ്റി നിന്ന ഒരു ജനസമൂഹം തന്നെയുണ്ട്. പക്ഷേ അവരെ നോക്കി യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ജനം എന്നെ അന്വേഷിക്കുന്നത്, ഈ ജനം എന്നെ തിരയുന്നത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ ഒരു വിഭാഗം ജനം യേശുവിനോട് പറ്റി നിൽക്കുന്നത് അപ്പത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് ഈ വാക്യത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് ജനം യേശുവിനെ തിരഞ്ഞത്, യേശുവിനെ അന്വേഷിച്ചത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപ്പം കിട്ടുമെന്നുള്ള ഒറ്റ കൊതി കൊണ്ടാണ് അന്ന് അവർ യേശുവിനെ അനുഗമിച്ചതെങ്കിൽ, ഇതേപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ജനസമൂഹം. ദൈവമക്കളെ, ഇതാ ഈ ലോകത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നാം യേശുവിനോട് ചാരി നിൽക്കേണ്ടത്. നാം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. നാം ജീവിക്കേണ്ടത് യഥാർത്ഥമായിട്ടുള്ള സ്വർഗനാട്ടിലെത്താൻ വേണ്ടിയിട്ടായിരിക്കണം നാം യേശുവിനോട് ചേരി നിൽക്കേണ്ടത്. ഇതാ രണ്ടാമതൊരു വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നിന്ന മറ്റൊരു
യേശു കർത്താവിനെ ഗസ്തമന തോട്ടത്തിൽ നിന്ന് പിടിച്ച് പടയാളികൾ അവനെ ബന്ധിച്ചു കൊണ്ടുപോയപ്പോൾ പത്രോസ് അകലം വിട്ട് പിൻചെന്നാണ്. അകലം വിട്ട് പിൻചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ സമയം വരെ യേശുവിനോട് ചേർന്ന് നിന്ന പത്രോസ്, യേശുവിനോട് പറ്റി നിന്ന പത്രോസ്, 3.5 വർഷക്കാലം കർത്താവിനോടുകൂടെ ചേർന്ന് പറ്റി ജീവിച്ച പത്രോസ് ഇപ്പോൾ അകലം വിട്ട് പിന്മാറുകയാണ്. ഇപ്പോൾ പത്രോസ് യേശുവിൽ നിന്ന് ഒരു അകലത്തിലാണ് നിൽപ്പ് എന്ന് പറഞ്ഞാൽ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവനൊരു അകലം വിട്ടു. ഈ വേദഭാഗത്തിലൂടെ നാം കാണുന്നത് ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസ് ഒരു അകലത്തിലാണ്. ഇപ്പോൾ അല്പം അകലം വിട്ടാണ് പത്രോസ് ജീവിക്കുന്നത്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒറ്റ നോട്ടത്തിൽ കർത്താവിനോട് കൂടെ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ നോക്കിയാൽ അത് യഥാർത്ഥത്തിൽ അടുത്താണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ല. ഇത് രണ്ടിലും മധ്യത്തിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ പത്രോസ് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് യേശുവുമായിട്ട് ഒരുപാട് അകലം വിട്ടാണ് പത്രോസ് ഇപ്പോൾ നടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രിയരെ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പലരും ഇപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നത് ഒരു അകലം വിട്ടാണ് എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ യേശുവിൽ നിന്ന് ഒരുപാട് ദൂരെയായി പോയിട്ടുള്ള, ആദ്യം അടുത്തായിരുന്നു, പിന്നീട് ജീവിതം ഇങ്ങോട്ട് മുൻപോട്ട് പോയപ്പോൾ യേശുവിൽ നിന്ന് ഒരുപാട് അകന്നു പോയ ഒരനുഭവം. പത്രോസിനെ പോലെ ഇപ്പോൾ അകലം വിട്ടാണ് ജീവിക്കുന്നത്. സാധാരണ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷേ പേഴ്സണലായി നോക്കിയാൽ യേശുവിൽ നിന്ന് ഒരുപാട് അകന്ന് ജീവിക്കുന്നവരുണ്ട്. ഇത് നമ്മുടെ ജീവിതമെന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, യേശുവിനോട് പറ്റി നിൽക്കുന്നത് സൗകര്യങ്ങൾക്ക് വേണ്ടി പറ്റി നിൽക്കുന്നവരുണ്ട്. ഈ ലോകത്തിലെ സൗകര്യത്തിന് വേണ്ടിയല്ല ഒരുത്തൻ യേശുവിനോട് ചേരുന്നത്. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല നാം യേശുവിനോട് ചാരേണ്ടത്. ഒരു മനുഷ്യൻ യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്നത് നിത്യമായ രാജ്യത്തിലെത്താൻ വേണ്ടിയിട്ടായിരിക്കും. അതായിരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള എയിം. പത്രോസിനെ പോലെ അകലം വിട്ടു പോകുന്ന, അകലം വിട്ട് പിൻചെല്ലുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. യേശുവിനോട് കൂടെ ആണോ എന്ന് ചോദിച്ചതാണ്, എന്നാൽ യഥാർത്ഥത്തിലാണോ? അല്ല. അത് പേഴ്സണലായിട്ടുള്ള, ദൈവമക്കളെ യേശുവുമായിട്ടുള്ള അകലം അത് സംഭവിച്ചത്, ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, പടയാളികൾ യേശുവിനെ പിടിച്ചപ്പോൾ അവൻ ഭയപ്പെട്ടു. അത്ര നാൾ കർത്താവിനോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്നും ഞാൻ നിന്നെ വിട്ടുപിരിയില്ലെന്നും പ്രതിജ്ഞ ചെയ്ത പത്രോസ് ഇപ്പോൾ ഭയപ്പെടുകയാണ്. പടയാളികൾ കർത്താവിനെ പിടിച്ചപ്പോൾ പത്രോസിനെ പിടിക്കുമെന്നുള്ള പേടിയോടെയാണ് ഇപ്പോൾ പത്രോസ് അകലം വിട്ട് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, നാം ക്രിസ്തുനാമത്തിൽ തുടങ്ങിയ ജീവിതം പലപ്പോഴും ഇന്ന് ക്രിസ്തുവിൽ നിന്ന് അന്യം നട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ജീവിതം ഈ യേശുവിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യേശുമായിട്ടുള്ള അകലം സംഭവിച്ചെങ്ങനെയാണ്? പാപം ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നാം യേശുവിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും പലപ്പോഴും ഇന്ന് അനേക ദൂരത്തിലാണ്. അതെത്രമാത്രം ദൂരത്തിലാണെന്ന് അവനവനെന്ന് പരിശോധിച്ച് നോക്കുക. ഞാനും എൻ്റെ കർത്താവും തമ്മിൽ എത്രമാത്രം അകലമുണ്ട്, ഞാൻ എൻ്റെ കർത്താവുമായി എത്രമാത്രം ബന്ധമുണ്ട്, അത് എത്രമാത്രം അകലമുണ്ടെന്നൊന്ന് പരിശോധിച്ചാൽ ദൈവമക്കളെ പലരും അകലത്തിനാണ് ജീവിക്കുന്നത്. പത്രോസ് അകലം വിട്ട് പിരിച്ചെന്ന്, പത്രോസ് അകലം വിട്ട് പിരിഞ്ഞെന്നത് ഭയം കൊണ്ടാണ്, പേടി കൊണ്ടാണ്. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിലൊരു പ്രതികൂലം വന്നാലും, ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ യേശുവിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ലെന്ന് ഒരു തീരുമാനം ഇതിൽ നിന്ന് എടുക്കണം. ഈ ലോകത്തിൽ അപ്പത്തിന് വേണ്ടിയല്ല ചാരി നിൽക്കേണ്ടത്. 2, ഈ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവില്ല എന്നൊരു തീരുമാനത്തോടെ, അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കണം എന്ന് ഈ വാക്യത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തൊരു കാര്യം, സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ പ്രിയരെ, ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം ദൈവം അവകാശമായി കൊടുക്കുമെന്ന് പറഞ്ഞ ആ ദേശം
ഒറ്റുനോക്കുവാനായിട്ട് മോശയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുവാനിരിക്കുന്ന ദേശം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കണ്ടേച്ച് വരാൻ ഒറ്റുകാരെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു മോശയോട്. അത് എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ, അതിൻ്റെ തലവന്മാരെ തന്നെ 12 തലവന്മാരെ അതേ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് ദൈവം പറഞ്ഞയക്കുകയാണ്. അത് മോശ പറഞ്ഞയച്ചു. 12 ഒറ്റുകാർ കനാൻ ദേശം എങ്ങനെയുണ്ടെന്ന് അതേ അറിയുവാനായിട്ട് കടന്നു ചെല്ലുന്നു. ആ ദേശം എങ്ങനെയുണ്ടെന്ന് 40 ദിവസം കൊണ്ടാണ് അവർ പോയി നോക്കി. ആ ദേശം ദൈവം തരാമെന്ന് പറഞ്ഞ നാട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവർ പോയി. പ്രിയരെ, 40 ദിവസം കൊണ്ട് ആ ദേശം അവർ ഒറ്റുനോക്കി. അവർ ഒറ്റുനോക്കിയ ദേശത്തിലെ ഫലഭൂയിഷ്ഠമായ അവസ്ഥ എങ്ങനെയുണ്ട്, അവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട് എന്നൊക്കെ പഠിക്കാനായിട്ട് അവരെ പറഞ്ഞയച്ചു. 40 ദിവസം അവർ ഒറ്റുനോക്കി. അവർ തിരിച്ചു വന്ന് മോശയ്ക്ക് റിപ്പോർട്ട് കൊടുക്കും. അതാ ദൈവമക്കളെ 12 പേർ, 12 തലവന്മാർ, ഓരോ ഗോത്രത്തിലെയും അതേ 12 അതേ ഓരോരുത്തർ വെച്ച് 12 തലവന്മാർ മോശയോട് അതിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിൽ അതിൽ 2 പേരെ പ്രത്യേകം പറയുന്നുണ്ട്. അത് യോശുവയും കാലേബുമാണ്. എൻ്റെ പ്രിയരെ, 12 പേരിൽ 10 പേര് ഈ മോശയോട് ദുർവർത്തമാനം പറഞ്ഞെന്നാണ്. ആ നാടിനെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞെന്ന് അവർ പറഞ്ഞ് ഇങ്ങനെയാണ്, ദൈവം തരാമെന്ന് പറഞ്ഞ നാട് കാര്യം ഫലപുഷ്ടിയുള്ളതാണെങ്കിൽ പോലും അവിടെ മല്ലന്മാരുള്ള ദേശമാണ്. അവിടെ അതികായകന്മാരുണ്ട്, അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മളെ അവർ നിഗ്രഹിക്കും, നമ്മളെ കൊല്ലും. മാത്രമല്ല നമ്മുടെ മക്കൾ അവർ കൊള്ളയാകി പോകും എന്ന് ദുർവർത്തമാനം പറഞ്ഞെന്ന് ഇത് യോശുവയും കാലേബും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് കേൾക്കണമോ? ആ ജനത്തിൻ്റെ മധ്യേ വെച്ച് യോശുവ വിളിച്ചു പറഞ്ഞൊരു കാര്യം, അവൻ ജനത്തെ അമർത്തി എന്നാണ്. ജനത്തെ അമർത്തിയിട്ട് മോശയോട് പറഞ്ഞു, ആ ദേശം നല്ല ദേശമാണ്, ദൈവം തരാമെന്ന് പറഞ്ഞ ദേശം നല്ല ദേശമാണ്, അത് ഫലഭൂയിഷ്ഠമായ ദേശമാണ്. അവിടെ നിന്നൊരു ഒരു മുന്തിരിക്കൊല അവർ അറുത്തുകൊണ്ടുവന്നതാണ്. അതിന് തണ്ടിന്മേൽ വെച്ച് ചോന്നാണ്. അത്രയും ഫലഭൂയിഷ്ഠമായ നാട്, ദൈവം തരാമെന്ന് പറഞ്ഞ നാട് അത്ര സമിഷ്ടമായ നാടാണെന്നും മാത്രമല്ല അവിടെ മല്ലന്മാരുണ്ടെങ്കിൽ പോലും, അനാഖ്യമല്ലന്മാരുണ്ടെങ്കിൽ പോലും ആ നാട് ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ തരുക തന്നെ ചെയ്യും. മാത്രമല്ല ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നൊരു ദൈവം നമുക്കുണ്ടെന്ന് എൻ്റെ പ്രിയരെ, ഈ ദൈവത്തോട് ചേർന്ന് നിന്ന യോശുവ വിളിച്ചു പറഞ്ഞു. അവൻ ജനത്തെ ശാസിച്ചെന്നാണ്, അവൻ ജനത്തെ അടക്കി ഒതുക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിൻ്റെ പ്രതികൂലം വന്നിട്ടും സഭ ഒന്നടങ്കം ഈ 2 പേർക്കെതിരെ പാളയത്തിന് നടുവിൽ കല്ലെറിയാനായിട്ട് ഭാവിച്ചു. ജനമെല്ലാവരും നിലവിളിക്കുകയാണ്, സ്ത്രീകളും കുട്ടികളും നിലവിളിച്ച് പേടിപ്പെടുകയാണ്. അതിൻ്റെ നടുവിൽ ഈ 2 പേർ, 2 ചെറുപ്പക്കാർ യോശുവയും കാലേബും ദൈവത്തിൻ്റെ മുമ്പിൽ പറ്റി നിന്നെന്ന്, അവർ ചേർന്ന് നിന്നെന്ന്. ഈ ലോകം ഇളകി വന്നിട്ടും, ആ സമൂഹം ഇളകി വന്നിട്ടും അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയില്ല പ്രിയരെ. അവർ ദൈവത്തോട് പറ്റി നിന്നു. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയുമോ? ദൈവം അവസാനം പറഞ്ഞു, ഇതാ ഈ 2 പേരെ കല്ലെറിയാൻ ഭാവിച്ചപ്പോൾ ഈ 10 ഒറ്റുകാരെ ഒരു വലിയ ബാധ കൊണ്ട് ദൈവം ബാധിക്കുകയും അവരെ സംഹരിച്ച് കളയും. മാത്രമല്ല ദൈവമക്കളെ, അവരെ സംഹരിച്ച് കളഞ്ഞിട്ട് ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ദാസനായ യോശുവയും കാലേബും അവർ 2 പേർ, ഈ തലമുറയിൽ അവർ 2 പേരും മാത്രമേ ഞാൻ അത് നൽകുമെന്ന് പറഞ്ഞ നാട്ടിലെത്തുകയുള്ളൂ. അവരാരെന്നോട് പറ്റി നിന്നത്. എൻ്റെ പ്രിയരെ, പ്രതികൂലം വന്നപ്പോൾ ഒരു സഭ മുഴുവൻ ഇളകി വന്നിട്ടും 2 ദൈവമക്കൾ ദൈവത്തോട് പറ്റി നിന്നെന്ന്. ആ പറ്റി നിൽക്കുന്നത് എന്തിനാണ്? അവർക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നാട്ടിൽ ദൈവം ഞങ്ങൾ എത്തിക്കുമെന്നുള്ള ഉറപ്പ്. മാത്രമല്ല ദൈവം അവിടെ വെച്ച് പറഞ്ഞു, ഈ തലമുറയിൽ ഇവർ 2 പേരെ ആ നാട്ടിലെത്തുകയുള്ളൂ. 600,000 ജനം വന്നിട്ട് 6 ലക്ഷം പുരുഷന്മാരുടെ ഭാര്യമാരും കുട്ടികളും വന്നിട്ട് എൻ്റെ പ്രിയരെ, പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ 2 പേർ, ബാക്കി അന്ന് ഈ മക്കൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവം പറഞ്ഞു, നിങ്ങളുടെ മക്കൾ കൊള്ളയാകി പോകില്ല, ഈ മക്കൾ അവരെ കടക്കും എന്ന് പറഞ്ഞാൽ ഈ ഭാരപ്പെട്ട മക്കൾ കൊള്ളയായി പോകുമെന്ന് അന്നത്തെ ഇസ്രായേൽ മക്കൾ കരുതിയെങ്കിൽ ആ പ്രായപൂർത്തിയാകാത്ത മക്കളെ അവിടെ കടത്തി. എന്നാൽ പ്രിയരെ, ഒരു കാര്യം ഓർക്കുക, ദൈവത്തോട് പറ്റി നിന്നാൽ അവൻ ഒരുക്കുന്ന നാട്ടിലെത്തിച്ചേരാം. എൻ്റെ പ്രിയരെ, ഒരു വലിയ ദൂതാണ്. ഇപ്പോൾ ഞാനൊരു 3 കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവത്തോട് പറ്റി നിൽക്കുന്നത്. ഒന്ന്, ഈ ലോകത്തിൻ്റെ അപ്പത്തിന് വേണ്ടി പറ്റി നിൽക്കുന്നവരുണ്ട്. അങ്ങനെ അപ്പത്തിന് വേണ്ടി പറ്റി നിൽക്കല്ലേ, ദൈവനാട്ടിലെത്താൻ വേണ്ടി പറ്റി നിൽക്കണം. 2, ദൈവത്തിന് സ്തോത്രം, അകലം വിട്ട് പറ്റി നിൽക്കുന്ന. അത് ആണോ എന്ന് ചോദിച്ചാലാണ്.
അല്ല. അങ്ങനെ പറ്റി നിൽക്കുന്നവരോട് ഇടമധ്യത്തിൽ വെച്ച് അങ്ങനെ ഒരു ജീവിതമില്ല കേട്ടോ. ഒന്നുകിൽ കർത്താവിനോട് പറ്റി നിൽക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. നാം യേശുവിനോട് അകന്നു പോയിട്ടുണ്ടോ എന്ന് ഈ ദൂതിലൂടെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. അത് മൂന്നാമത്തെ കാര്യം, അതേ യോശുവയും കാലേബും പ്രതികൂലം വന്നിട്ടും ഒറ്റുനോക്കാൻ പോയ ദേശത്തെക്കുറിച്ച് സുവർത്തമാനം പറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ പറ്റി നിന്നു. അവർ ആ നാട്ടിലെത്തി, കനാൻ ദേശത്ത്. നാലാമത്തെ ഒരു സംഭവം, എൻ്റെ പറയുക, യേശുവിൻ്റെ അരുമശിഷ്യനായ യോഹന്നാൻ, യേശു കർത്താവ് സെഹ്യോൻമാളിയിൽ എൻ്റെ പറയുക അന്ത്യത്താഴ് സമയത്ത്, ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ യേശുവിനോട് നെഞ്ചോട് ചാരി നിന്നെന്നാണ്. എൻ്റെ പ്രിയരെ, ചാരിയിരിക്കുന്ന ഒരനുഭവം. യേശു കർത്താവ് സെഹ്യോൻമാളിയിൽ കുർബാന സ്ഥാപിക്കുന്ന പെസഹ ഒരുക്കുന്ന ആ നിമിഷം, അതാ സ്തോത്രം ദൈവമക്കളെ, അത് യോഹന്നാൻ സ്ലീഹ, യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്നെന്ന്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. തൻ്റെ ജീവിതയാത്രയിൽ യേശുവിനോട് ചാരി നിൽക്കുന്ന ഒരനുഭവത്തിലായിരിക്കണം ജീവിതം. എൻ്റെ പ്രിയരെ, അതൊരു അനുഭവമാണ്. യേശുവിനോട് ചാരി നിൽക്കുന്ന, തൻ്റെ ജീവിതത്തെ മുഴുവൻ കർത്താവിൽ വെച്ച്, തൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും യേശുവിൽ വെച്ചുള്ള ഒരു ജീവിതം. അത് യോഹന്നാനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എൻ്റെ പ്രിയരെ, യോഹന്നാൻ നെഞ്ചോട് ചാരിയതുപോലെ, അതാണ് പാട്ടുകാരൻ പാടിയത്, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. എൻ്റെ പ്രിയരെ, അത് സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്നുള്ള ആ പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിൽ ചാരിയുള്ള ജീവിതമാണ്. അവൻ്റെ ജീവിതം മുഴുവൻ യേശുവിൽ വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാതൽ. എൻ്റെ പ്രിയരെ, 4 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. സങ്കീർത്തനോട് നാം പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന്. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം, അവനോട് പറ്റിച്ചേർന്ന് നിന്നാൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിൻ്റെ ഭവനത്തിൽ ഒരു ബാധയുമേൽക്കില്ലെന്ന് ദൈവം അന്ന് വാഗ്ദത്തം ചെയ്തെങ്കിൽ, ഈ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഒരു ബാധയുമേൽക്കില്ലെന്ന് ദൈവം അത് വാഗ്ദാനം ചെയ്യുന്നു. അവൻ ദൈവമക്കളെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ വിടുവിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ നാമം അറിഞ്ഞാൽ അവൻ എല്ലാറ്റിൽ നിന്നും അവനെ ഉയർത്തുമെന്ന്. അനേകർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധി പറയട്ടെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവൻ നിന്നെ സകലറ്റിൽ നിന്നും ഉയർത്തുക തന്നെ ചെയ്യും. അത് എങ്ങനെ ചേർന്ന് നിൽക്കണം? വേദപുസ്തകത്തിൽ കാണുന്ന 4 കാര്യങ്ങൾ പഠിച്ചപ്പോൾ എങ്ങനെയാണ് നാം ചേർന്ന് നിൽക്കേണ്ടത്? ഒന്ന്, അപ്പത്തിനോട് ചേർന്ന് അപ്പം കിട്ടുമെന്നുള്ള ആ ഒറ്റ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കേണ്ട, ഈ ലോകത്തിൻ്റെ പറ്റുമാനത്തിന് വേണ്ടി ചേർന്ന് നിൽക്കേണ്ട. എൻ്റെ പ്രിയ, അത് പത്രോസിനെ പോലെ അകലം വിട്ട് നിൽക്കണ്ട. എന്നാൽ ഈ പത്രോസ് ഒരിക്കൽ അകലം വിട്ട് നിന്ന പത്രോസ്, എൻ്റെ പ്രിയരെ, അവസാനം അവൻ ഈ യേശുവിനോട് ചേർന്ന് നിന്ന ഒരനുഭവമുണ്ട്. അത് ശത്രുക്കളെ പേടിച്ച് അവൻ അകലം വിട്ടെങ്കിൽ അവൻ അവസാനം ദൈവമക്കളെ റോമൻ അധികാരികളുടെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന നസ്രാനായ യേശുവിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പിന്മാറിപ്പോയെങ്കിൽ, അകലം വിട്ടുപോയെങ്കിൽ അവൻ മടങ്ങി വന്നു. പ്രിയരെ, അവൻ തിരിച്ചു വന്നു കർത്താവിൽ, അവൻ പൂർണ്ണമായി സമർപ്പിച്ചു. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. എത്രമാത്രം അകലമുണ്ടെന്ന് അവനവനൊന്ന് പരിശോധിച്ച് നിൻ്റെ ജീവിതം കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് വരണം. പത്രോസ് എന്നിട്ട് റോമൻ പടയാളികളോട് നോക്കി പറഞ്ഞു, അവനെ അതേ ക്രൂശിൽ തറച്ചാണ് അവനെ കൊന്നത് പത്രോസിനെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഏതായാലും എന്നെ ക്രൂശിൽ തറയ്ക്കുകയാണല്ലോ, എന്നെ തലകീഴായി ക്രൂശിച്ചേര് എന്ന് പറഞ്ഞ്, എന്തിനാണ്? എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചുംബിച്ച് മരിക്കാനുള്ളൊരു ഭാഗ്യത്തിന് വേണ്ടിയാണ് ഈ പത്രോസിനെ തലകീഴായാണ് ക്രൂശിച്ചത്. എൻ്റെ പ്രിയരെ, അകലം വിട്ട് പിൻചെന്നവൻ അവൻ ഇപ്പോൾ ചേർന്ന് പറ്റി നിൽക്കുന്ന, എൻ്റെ പ്രിയ, അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ അറിഞ്ഞു. യേശു ആരാണെന്ന് അവൻ വ്യക്തമായിട്ട് അറിഞ്ഞു. അറിയില്ലാതിരുന്നത് കൊണ്ടാണ് അവൻ അകലം വിട്ടു തന്നത്. ഇന്നത്തെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, അനേക വ്യക്തികൾ കർത്താവ് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അവൻ്റെ ശക്തി എന്തെന്നും അവൻ്റെ ഉദ്ദേശമെന്തെന്നും മനസ്സിലാകാതെ അകലം വിട്ട് നാമധേയ ക്രിസ്ത്യാനിയെ പോലെ ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയി ദൈവം അതൊരു ചടങ്ങ് പോലെ കൊണ്ട് നടക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ പറ്റി നിൽക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പത്രോസെ പോലെ ഒന്ന് മടങ്ങി വരണം. എന്താണ് അകലം എന്ന് പറഞ്ഞാൽ? അത് ജീവിതത്തിലെ പാപവശങ്ങളാണ്. ദൈവമായിട്ട് അത് ഭിന്നിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അകൃത്യമാണ്. അത് മനുഷ്യൻ്റെ പാപമാണ് ദൈവമായി മറച്ചിരിക്കുന്നതും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലം പോയിരിക്കുന്നതും. ആ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ, ഒരു മാനസാന്തര ജീവിതം നയിക്കുമ്പോൾ, ഒരു ദൈവ പൈതലായി തീരുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കും. പത്രോസ്, എൻ്റെ പ്രിയരെ, അവസാനം തിരിച്ചു വന്നതുപോലെ നാം
തിരിച്ചു വരണം കർത്താവിൽ. അവനോട് പറ്റി നിൽക്കുന്ന, അതെങ്ങനെ നിൽക്കണം? ഈ ലോകത്തിൻ്റെ ഏത് പറ്റുമാനങ്ങളിലും ഏത് പ്രതികൂലം വന്നാലും ഉറപ്പോടെ, യോശുവയെപ്പോലെ ഉറപ്പോടെ നിൽക്കണം. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്നുള്ള ഒറ്റ പ്രത്യാശയോടെ, മാത്രമല്ല ദൈവം ഒരു നാടൊരുക്കുന്നുണ്ടെന്നുള്ള ഒറ്റ ചിന്തയോടെ, അതൊരു സ്വപ്നത്തോടെ, ആ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോഴാണ് യോശുവ അതിനുവേണ്ടിയാണ് പാടുപെട്ടത്. തങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന കനാൻ ദേശം അത് ഗംഭീര ദേശമാണെന്ന് യോശുവ വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും അത് വിളിച്ചു പറയണം. നമുക്ക് വേണ്ടി ഒരു ദേശം ഒരുങ്ങുന്നുണ്ട്. ആ ദേശത്ത് എത്തിച്ചേരാനുള്ള വ്യഗ്രതയിലായിരിക്കണം നമ്മുടെ ജീവിതം. അതിനെന്ത് സ്തോത്രം ചെയ്യണം? അത് യോഹന്നാനെ പോലെ യേശുവിനെ നെഞ്ചോട് ചാരണം. എൻ്റെ പ്രിയരെ, യേശുവുമായി ഒന്നിച്ചുള്ളൊരു ജീവിതം, യേശുവുമായിട്ടുള്ള ഏത് സമയത്തും, ഒരു ദൈവവൈനെ സംബന്ധിച്ചിടത്തോളം യേശുവുമായിട്ടുള്ള എല്ലാ സമയത്തും നിൻ്റെ ഏത് ചിന്തയിലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. അവന് വേണ്ടി അത് നിലനിൽപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം വായിച്ച വേദഭാഗത്തിലേക്ക് ആ ദൈവത്തിന് സ്തോത്രം നാം ആമുഖമായി ചിന്തിച്ച അതേ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. അതേ സങ്കീർത്തനക്കാരനിലൂടെ പറയുന്നു, 91 സങ്കീർത്തനത്തിൽ പറയുന്നു, അവനെന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവരെ വിടുവിക്കും. ഈ ദൈവത്തിലോട് നമുക്ക് ചേർന്ന് ജീവിപ്പാൻ, അവനോട് പറ്റി നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചൊരുങ്ങണം. ക്രിസ്ത്യ ജീവിതം ദൈവത്തോട് പറ്റിയുള്ള ഒരു ജീവിതമായി തീരാൻ, എന്ത് പ്രതികൂലം വന്നാലും അവനോട് പറ്റി നിൽക്കുന്ന ഒരു ജീവിതമായി തീരാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും അധികം സ്നേഹമുള്ള ദൈവമക്കളെ, പ്രിയപ്പെട്ട ഏലിയാസ് ബ്രദറിലൂടെ ദൈവം തമ്പുരാൻ ശ്രേഷ്ഠമായ ദൂത് നമുക്ക് തന്നു. നമുക്ക് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:33. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ച പത്രോസ് ഇവിടെ പറയുകയാണ്, ആരൊക്കെ നിന്നെ വിട്ടു പോയാലും ഞാൻ വിട്ടുപോകില്ല. എന്നാൽ ഒരു നാഴിക, ഒരു മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് യേശുതമ്പുരാൻ പറഞ്ഞിട്ട് ഉറക്കം തൂങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ തിക്തഫലം എന്നവണ്ണം മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവി അറുത്തുകളയുന്ന പത്രോസ്. എന്നാൽ യേശുതമ്പുരാൻ സുഖപ്പെടുത്തുന്നു. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? യേശുവിനെ വിട്ട് ഓടിപ്പോവുകയാണ്. 26-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ ഓടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഓടിപ്പോകുന്ന 56-ാമത്തെ വാക്യത്തിൽ യേശുവിനെ വിട്ട് ഓടിപ്പോകുന്ന പത്രോസിനെ കാണാം. എന്നാൽ വീണ്ടും പത്രോസ് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് അകലം വിട്ട് നടക്കുകയാണ്. എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരാൻ യേശുതമ്പുരാൻ പറഞ്ഞപ്പോൾ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചു കൂടെ വന്നവൻ, കൂടെ പറ്റിച്ചേർന്ന് നടന്നവൻ ഇപ്പോൾ ഓടിപ്പോയി തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്നിട്ട് ഭയത്തോടെ, പരിഭ്രമത്തോടെ അകലം വിട്ട് നടക്കുന്ന പത്രോസിനെ കാണാം. ഇന്ന് അനേകർ യേശുവിൻ്റെ കൂടെയാണെന്ന് പറയുകയും അകലം വിട്ട് നടക്കുകയും ചെയ്യുകയാണ്. അനേകർ ക്രിസ്തുവിൽ നിന്ന് അകന്നോടിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു പത്രോസിൻ്റെ തിരിച്ചു വരവ്. പത്രോസ് പശ്ചാത്തപിക്കുന്നു, തിരിച്ചു വരുന്നു. നമുക്ക് അവസരമുണ്ട് പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാൻ, യഥാസ്ഥാനപ്പെടാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ വചനക്കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അളവില്ലാതെ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വചനം മുളച്ചു വളർന്ന് ഫലം കാക്കാൻ ഇടയായി തീരട്ടെ. ഇന്നത്തെ തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബം പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തെ ദൈവമേ അളവില്ലാതെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്ത സകല മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം സ്പോൺസർ ചെയ്ത മക്കളുടെ നല്ല ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അളവില്ലാതെ അനുഗ്രഹിക്കണം. അപ്പാ, അങ്ങേ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ മക്കളെ സഹായിക്കണമേ.
ദൈവമക്കളെ, ഫെബ്രുവരി 5-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ്. അനേകം മക്കൾ കടന്നു വന്ന് ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം പ്രാപിച്ച് ആത്മീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്നു. ഈ മാസം 29, 30, 31 ഫെബ്രുവരി 1, 2 തീയതികളിൽ നമ്മുടെ സുവിശേഷ മഹായോഗം 19ാമത് സുവിശേഷ മഹായോഗമാണ്. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ആലയമാണിത്. ഹല്ലേലൂയ. സുവിശേഷ മഹായോഗം തുടങ്ങി വെച്ചതും ശ്രേഷ്ഠ പിതാവാണ്. നമുക്കൊരു നിമിഷം ശ്രേഷ്ഠ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് അറിവുള്ളതാണ്. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.